വെൽക്കം. ഇന്ന് നമ്മുടെ മെഡിറ്റേഷൻ സീരീസിൻ്റെ 3-ാമത്തെ ദിവസം. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷബീന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന തീം ലെറ്റിംഗ് ഗോ. ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ വിട്ടുകളയുക അല്ലേ? എന്താ നമ്മൾ ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ വിട്ടുകളയുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് ചില കാര്യങ്ങളെ കൊണ്ട് നമുക്ക് വളരെ ദേഷ്യം തോന്നാറുണ്ട് അല്ലേ? നമ്മൾ പാസ്റ്റിൽ സംഭവിച്ച ചില കാര്യങ്ങളെ പറ്റി നമുക്ക് വളരെ ദേഷ്യം തോന്നാറുണ്ട്. ഇതിനെയൊക്കെ പറ്റി ചിന്തിക്കുന്നത്, നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റി, നമ്മളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുത്തിയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത് നിർത്തുക. ഇതാണ് നമ്മളത് അതിനെപ്പറ്റി വറി ചെയ്യുന്നത്, നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, അത് പാസ്റ്റ് മാത്രമല്ല, ലെറ്റിംഗ് ഗോയിൽ ഫ്യൂച്ചറും ഉണ്ട്. നമ്മൾ ഭാവിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ്, നമ്മുടെ ഡ്രീംസ്, ഇതൊക്കെ ഭാവിയെ പറ്റി നമുക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ട് ആകുലതപ്പെടും, ഭയങ്കര വറീഡായിരിക്കും. ഈ ആകുലതകളും വിട്ടുകളയുക. എന്നിട്ട് നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക വേണ്ടത്. ഇതാണ് ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ. ഭൂതകാലത്തിലെ പ്രയാസങ്ങളെ പറ്റി ചിന്തിച്ച് കൂട്ടുന്നതും ഭാവിയിലെ കാര്യങ്ങളെ പറ്റി ആകുലതപ്പെടുന്നതും നിർത്തുക. ഇതാണ് ലെറ്റിംഗ് ഗോ. ഇനി ഈ ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, വിട്ടുകളയുകയും ഉപേക്ഷിക്കുകയും. ലെറ്റിംഗ് ഗോ ആൻഡ് ഗിവിങ് അപ്പ്, ഇത് രണ്ടും ഒന്നാണോ? അല്ല. ഞാൻ ഇത് നിർത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നർത്ഥമില്ല. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം ചില എന്താ പറയുക, നമ്മുടെ ചില പേടി, അതല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളൊക്കെ കാരണം നമ്മളുടെ മുന്നിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള അവസരങ്ങളെ നമ്മൾ ലിമിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്റ്റക്കാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ കെട്ടിയിടുകയാണ്. കാര്യങ്ങൾ ഒന്നും ചെയ്യാണ്ട്, അല്ലെങ്കിൽ നമ്മളെ സ്വപ്നങ്ങളെ ചേസ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ ഓടുന്നത് നിർത്തി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പഴയ കാര്യങ്ങളെയൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ എന്താ പറയുക വേദനകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഓർത്ത് ആ പ്രയാസങ്ങളിൽ തന്നെ കെട്ടിക്കിടന്ന് മുന്നോട്ടുള്ള ജീവിതം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ അവസരങ്ങളെ പരിമിതപ്പെടുത്തുകയാണ്. ഇതാണ് ഗിവിങ് അപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ വിട്ടുകളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണം ചെയ്യാത്ത എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്ക് ഗുണം ചെയ്യാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തന്നെ മുക്തരാക്കുകയാണ്. ഇതാണ് ലെറ്റിംഗ് ഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ ശരിക്കും അറ്റാച്ച്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. ദലൈലാമൻ്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്. ദലൈലാമ പറയുന്നത് അറ്റാച്ച്മെൻറ്റിനെ പറ്റിയാണ്. അറ്റാച്ച്മെൻറ്റ് ഇസ് ദ ഒറിജിൻ, അതായത് അറ്റാച്ച്മെൻ്റ് ആണ് തുടക്കം. അറ്റാച്ച്മെൻറ്റ് ഇസ് ദ റൂട്ട് ഓഫ് സഫറിങ്, അതായത് അറ്റാച്ച്മെൻ്റ് ആണ് എല്ലാ വേദനകളുടെയും വേര്, അതിൻ്റെ മൂല കാരണം. അതുകൊണ്ട് തന്നെ അറ്റാച്ച്മെൻ്റ് ആണ് ആൻഡ് ഹെൻസ് അറ്റാച്ച്മെൻറ്റ് കോസ് സഫറിങ്. ഇറ്റ് ഈസ് ദ കോസ് ഓഫ് സഫറിങ്. അതായത് അറ്റാച്ച്മെൻ്റ് ആണ് എല്ലാ വേദനകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ഉള്ള കാരണം, അത് ഉണ്ടാവാനുള്ള കാരണം. എന്ന് പറയുമ്പോൾ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, പാസ്റ്റിനോട് നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്. പാസ്റ്റിലുള്ള കാര്യങ്ങളോട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ്, അതിനോട് വല്ലാണ്ട് അറ്റാച്ച്ഡ് ആവുകയാണ് അല്ലേ? ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈവൻ റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഒന്നിനോടും വല്ലാണ്ട് അറ്റാച്ച്ഡ് ആവരുത്. അത് റിലേഷൻഷിപ്പ് ആയാലും ശരി, നമ്മുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് ആയാലും ശരി, നമ്മുടെ ജീവിതം തന്നെ ആയാലും ശരി, നമ്മുടെ കരിയർ ആയാലും ശരി, നമ്മളെ മക്കൾ, ഭർത്താവ്, ഭാര്യ, ഫ്രണ്ട്സ്, ബോസ്, വോട്ടെവർ, എന്തായാലും ഒന്നിനോടും അറ്റാച്ച്ഡ് ആവരുത്. നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വേദനകളും വിഷമങ്ങളും കൂടും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും നല്ല ബന്ധം, ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് ആ ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ആ അച്ഛനും മക്കളും അമ്മയും മക്കളും, അല്ലെങ്കിൽ ആ കുടുംബം ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവരുടെ ജീവിതം.
അവരുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആവുന്നത് അവർ അറ്റാച്ച്ഡ് ആയതുകൊണ്ടല്ല, അവർ ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ട്. അങ്ങനെയുള്ള നമ്മൾ ഈ പറയുന്ന ആളുകളില്ലേ, നമ്മൾ ഈ പറയുന്ന ബന്ധങ്ങൾ, ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് പറയുന്ന ബന്ധങ്ങൾ, നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന ആ ബന്ധങ്ങൾ അവർ ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് അത് അത്ര ബ്യൂട്ടിഫുൾ ആയത്. ഈ അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ അറ്റാച്ച്ഡ് ആവുമ്പോൾ നമുക്കൊരു ഫ്രെയിം ഉണ്ട്, ഒരു ചട്ടക്കൂട്. ആ ചട്ടക്കൂട്ടിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. ഇത് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ എക്സ്പെക്റ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചട്ടക്കൂട്. അപ്പോൾ നമ്മുടെ ഭർത്താവിനെ, ഭാര്യനെ, ബോസിനെ, മക്കളെ, നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ നമ്മൾ ഈ ചട്ടക്കൂട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരിക. അവർ ഇതിൽ നിൽക്കണം, നമുക്ക് നിർബന്ധമാണ്, നമ്മുടെ എക്സ്പെക്റ്റേഷൻസാണ്. അപ്പോൾ എന്താവാണ്, അവർക്കും ശ്വാസം മുട്ടാണ്. അവരങ്ങനെ നിൽക്കാതിരിക്കുമ്പോൾ നമുക്കും ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണ് അല്ലേ? ഇതാണ് അറ്റാച്ച്മെൻറ്റ്. ഇനി ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചട്ടക്കൂടില്ല, നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല, നമ്മൾ അവരായിട്ട് അംഗീകരിക്കുകയാണ്. എന്നിട്ട് എങ്ങനെയാണോ അവരുള്ളത് അവരെ നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നു, അവരെ നമ്മൾ വളരാൻ അനുവദിക്കുന്നു, നമ്മൾ അവരെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ അങ്ങനെ തന്നെ സ്നേഹിച്ചിട്ട് അവർക്ക് നമ്മൾ വളരാനുള്ള സാഹചര്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരും ഫ്രസ്ട്രേറ്റഡ് അല്ല, അവരും ഹാപ്പിയാണ്, അതിലൂടെ നമ്മളും ഹാപ്പി ആവാണ്. ഇതാണ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ആങ്ഷ്യസ് ആവുന്നത് നിർത്തണം, ഫ്യൂച്ചറിനോട് അറ്റാച്ച്ഡ് ആവരുത് എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഗോളിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇതിനോട് നിങ്ങൾ അറ്റാച്ച്ഡ് ആവരുത് എന്ന് പറഞ്ഞാൽ എൻഡ് റിസൾട്ട്, അതായത് അവസാനം നിങ്ങൾക്ക് വേണ്ട ഒരു റിസൾട്ട് ഉണ്ട്, അതിലാണ് നിങ്ങൾ അറ്റാച്ച്ഡ് ആവുന്നത്. അതല്ല വേണ്ടത്. പകരം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം ചെയ്യേണ്ട ആക്ഷൻ നമ്മളിപ്പോൾ എടുക്കുക, ഈ ആക്ഷൻ നമ്മൾ എൻജോയ് ചെയ്യുക. എൻഡ് റിസൾട്ടിൽ നമ്മൾ ഇപ്പം ആക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം റിസൾട്ട് ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ആക്ഷൻ എടുത്ത് റിസൾട്ട് എപ്പോഴാണ് വരിക? അതിൻ്റെ കറക്റ്റ് സമയത്ത്. ഞാൻ മൗണ്ട് എവറസ്റ്റ് കയറണം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മുകളിൽ എത്തൂല. അതിനെനിക്കൊരു പ്രോസസ്സ് ഉണ്ട്, അതിന് ഞാൻ എടുക്കേണ്ട ആക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ഞാൻ 1-2 വർഷം അതിനുള്ള പ്രാക്ടീസ് ഇവിടെ താഴെ എൻ്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ എടുക്കണം. എൻ്റെ സ്റ്റാമിന ബിൽഡ് ചെയ്യണം, എൻ്റെ ബോഡി ബിൽഡ് ചെയ്യണം, എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ ചെയ്യണം. 1-2 വർഷം ഞാൻ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ മല കയറാൻ പഠിക്കണം. ഈ മല കയറിയാലേ ഞാൻ ആ മുകളിൽ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വർക്കില്ലേ, ഈ ഒരു ആക്ഷൻ, ആ ആക്ഷനെ ഞാൻ എൻജോയ് ചെയ്ത് ആ ആക്ഷനിലായിരിക്കണം എൻ്റെ ശ്രദ്ധ. അല്ലാണ്ട് അതിലേക്ക് ഞാൻ അറ്റാച്ച് ആയാൽ ഞാൻ ഒരു ദിവസം ഇവിടുന്ന് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മലയിൽ എത്തൂല. ഇതാണ് നമ്മൾ എൻഡ് റിസൾട്ടിനോട് അറ്റാച്ച്ഡ് ആവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എൻഡ് റിസൾട്ടിനെയാണ് നമ്മൾ വിട്ടുകളയേണ്ടത്. നമ്മളുടെ ലക്ഷ്യം അതാണ്, പക്ഷെ അതിനോട് നമ്മൾ അറ്റാച്ച്ഡ് അല്ല. വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ അതിനെ ലക്ഷ്യം എന്നുള്ളത് ഒഴിവാക്കുന്നില്ല, അതിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് നമ്മൾ വിട്ടുകളയുന്നത്. റിലേഷൻഷിപ്പുകളെ നമ്മൾ ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിലേഷൻഷിപ്പുകളെ ഒഴിവാക്കുകയല്ല, അതിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് ഒഴിവാക്കുന്നത്. പാസ്റ്റിനെ നമ്മൾ വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ നിന്നൊന്നും ഉൾക്കൊള്ളാതിരിക്കുകയല്ല, ആ പാസ്റ്റിൽ നടന്ന വേദനകളോടോ കാര്യങ്ങളോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻ്റ് ആണ് നമ്മൾ ഒഴിവാക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് മെഡിറ്റേഷനിലോട്ട് വരാം. നമ്മൾ മെഡിറ്റേഷന് ഇരിക്കേണ്ട ഒരു പോസ്ചർ നമ്മൾ പറഞ്ഞു, കംഫർട്ടബിൾ ആയിട്ടായിരിക്കണം ഇരിക്കുന്നത്. നമ്മുടെ ശരീരഭാഗങ്ങളൊന്നും തരുത്ത് പോകരുത്. ഇപ്പോൾ പത്മാസനത്തിൽ കംഫർട്ടബിളായിട്ട് ഒരു 10-15 മിനിറ്റ് ഇരിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. അതല്ലെങ്കിൽ ചെയറിലാണെങ്കിൽ ചെയർ, വജ്രാസനമാണ് വജ്രാസനം, കിടക്കുകയാണെങ്കിൽ കിടക്കുക, എങ്ങനെയാണോ നിങ്ങൾ കംഫർട്ടബിൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാല് എന്താ പറയുക നിവർത്തി തറയിൽ വെക്കുക. ചെയറിലിരിക്കുകയാണെങ്കിൽ കൈ ഏത് പൊസിഷനിലാണെങ്കിലും കൈ മുകളിലോട്ട് ഫേസ് ചെയ്ത്, അതായത് കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മടിയിലോ അല്ലെങ്കിൽ കട്ടിലിലോ വയ്ക്കുക. എന്നിട്ട് നടു നിവർത്തി വെച്ചിട്ട് വളരെ സാവകാശം കണ്ണുകൾ അടയ്ക്കുക. ഇനി നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. സാധാരണ നിലയിൽ ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ ശരീരവും മനസ്സും ഈ മെഡിറ്റേഷന് വേണ്ടി തയ്യാറെടുക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ മുഴുവനായി ഒന്നുകിൽ നിങ്ങളുടെ മൂക്കിൻ്റെ അറ്റത്ത്,
അവിടെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു സെൻസേഷൻ ഉണ്ടാവും. നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ഒരു നേരിയ സെൻസേഷൻ മൂക്കിൻ്റെ തറ്റത്ത് ഫീൽ ചെയ്യാം. ഒന്നുകിൽ അതിൽ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ വയറ് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഫോക്കസ് ചെയ്യുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ട് ശ്വാസം ഉള്ളോട്ടെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ശ്രദ്ധ പൂർണ്ണമായിട്ടും ഈ ഒരു സ്ഥാനത്ത് വയ്ക്കണം. ഒരു പോയിന്റിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശരീരം വിശ്രമിക്കാൻ തുടങ്ങും, റിലാക്സ്ഡ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ ശ്വാസം പുറത്തോട്ട് വിടുന്നത് കുറച്ച് ദൈർഘ്യം കൂട്ടി വെക്കുക. ഓരോ ശ്വാസവും പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ശരീരം കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്കാവുന്നത് അനുഭവിക്കുക. ഇനി നമുക്ക് 3 ദീർഘശ്വാസം എടുക്കാം. ഓരോ ശ്വാസവും ഉള്ളിലോട്ടെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടുതൽ ഊർജ്ജസ്വലമാകുന്നത് അറിയുക. ഓരോ ശ്വാസവും പുറത്തേക്ക് പോകുമ്പോൾ ശരീരം കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകുന്നത് അനുഭവിക്കുക. സാവകാശം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശരീരം ഊർജ്ജസ്വലമാവുന്നത് അറിയുക. വളരെ സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുക. ശരീരം വിശ്രമത്തിലേക്ക് പോകുന്നത് അറിയുക. ശ്വാസം ഉള്ളോട്ടെടുക്കുക. സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം വിശ്രമത്തിലേക്കാവുന്നത് അനുഭവിക്കുക. ശ്വാസം ദീർഘമായി ഉള്ളിലോട്ടെടുക്കുക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ശരീരം പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നത് അനുഭവിക്കുക. സാധാരണ ശ്വാസഗതിയിലേക്ക് തിരിച്ചു വരിക. ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ ശരീരം കൂടുതൽ വിശ്രമത്തിലേക്ക് പോകുന്നത് അനുഭവിക്കുക. ഇനി ശ്രദ്ധയെ നിങ്ങളുടെ നെറ്റിയിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റിയിൽ അനുഭവപ്പെടുന്നത്? സസൂക്ഷ്മം നെറ്റിയെ നിരീക്ഷിക്കുക. അകത്തു നിന്നും പുറത്തു നിന്നും ഒരു ഭാരം അല്ലെങ്കിൽ ഒരു പിരിമുറുക്കം, ഒരു ടൈറ്റ്നെസ്, നേരിയ തലവേദന, ഇങ്ങനെ എന്തെങ്കിലും ആണോ അവിടെ ഫീൽ ചെയ്യുന്നത്? അതല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ആണോ ഫീൽ ചെയ്യുന്നത്? സസൂക്ഷ്മം നിരീക്ഷിക്കുക. എന്താണ് നിങ്ങൾക്ക് നെറ്റിയിൽ അനുഭവപ്പെടുന്നത്? അവിടെയുള്ള എല്ലാ ഭാരങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും ഒരു വലിയ ഐസ് കട്ടിയായിട്ട് മനസ്സിൽ കാണുക. ഇമാജിൻ ചെയ്യുക അതൊരു വലിയ ബ്ലോക്ക് ഓഫ് ഐസ് ആണ്. എന്നിട്ട് നിങ്ങൾ ആ ഐസ് നിരീക്ഷിക്കുന്നതിനനുസരിച്ച്, നിങ്ങൾ അതിലോട്ട് ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് അത് പതുക്കെ ഉരുകാൻ തുടങ്ങുന്നുണ്ട്.
വളരെ സാവകാശം ആ ഐസ് ഉരുകി തണുത്ത വെള്ളം നിങ്ങളുടെ നെറ്റിയിലൂടെ താഴോട്ട് ഒഴുകുന്നത് അനുഭവിക്കുക. ഈ ഐസ് ഉരുകുന്നതിനനുസരിച്ച് നെറ്റിയിലുള്ള പ്രയാസത്തിൻ്റെ ഭാരം സാവകാശം കുറഞ്ഞു വരുന്നത് അനുഭവിക്കുക. നിങ്ങളതിനെ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് ആ ഐസ് സാവകാശം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുരുകി താഴോട്ടൊലിച്ചിരിക്കുകയാണ്. സാവകാശം നിങ്ങളുടെ കണ്ണുകളിലേക്ക് നീങ്ങുക. നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആണോ? അല്ലെങ്കിൽ കണ്ണ് വളരെ റിലാക്സ്ഡ് ആണ്? അവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെ ഒരു ഐസ് കട്ടിയായിട്ട് സങ്കല്പിക്കുക. നിങ്ങളതിനെ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് ആ ഐസ് പതുക്കെ ഉരുകി താഴോട്ടൊലിക്കുകയാണ്. ഐസ് ഉരുകുന്നതിനനുസരിച്ച് കണ്ണിലെ പ്രയാസം സാവധാനം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ 2 ഐസ്, ഒന്ന് നിങ്ങളുടെ നെറ്റിയിലും ഒന്ന് നിങ്ങളുടെ കണ്ണിലും വളരെ സാവകാശം ഉരുകി താഴോട്ട് ഒലിക്കുന്നുണ്ട്. അത് താഴോട്ട് ഒലിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രയാസം കുറഞ്ഞു വരുന്നത് അനുഭവിക്കുക. ചിന്തകൾ നിങ്ങളെ കൊണ്ടുപോയെങ്കിൽ തിരിച്ച് എൻ്റെ ശബ്ദത്തിലേക്ക് വരിക. പൂർണ്ണമായും ഐസ് ഉരുകുന്നത് നിരീക്ഷിക്കുക. സാവകാശം ശ്രദ്ധയെ നിങ്ങളുടെ താടിയെല്ലിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അവിടെ എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുക. നേരത്തെ ചെയ്ത പോലെ അവിടെയുള്ള പ്രയാസങ്ങളെ വലിയ ഐസ് കട്ടിയായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് സാവകാശം ആ ഐസ് ഉരുകി താഴോട്ടൊലിക്കുന്നുണ്ട്. ഐസ് ഉരുകി അതിൻ്റെ വലിപ്പം ചെറുതാകുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളും ചെറുതായി ചെറുതായി ഇല്ലാതെയാവുന്നത് അറിയുക. സാവകാശം ശ്രദ്ധയെ നിങ്ങളുടെ കഴുത്തിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? ഒരു പിടുത്തം, പ്രയാസം, ശ്വാസതടസ്സം? കഴുത്തിലെന്തോ കുടുങ്ങിയിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? തൊണ്ടയിൽ? അതല്ല, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്. റിലാക്സ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വയറിൽ ശ്വാസം എടുക്കുമ്പോൾ വയറ് പൊങ്ങുന്നതും ശ്വാസം വിടുമ്പോൾ വയറ് താവുന്നതും ഇതിൽ ശ്രദ്ധിക്കുക. പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തെ ഒരു വലിയ ഐസ് കട്ടയായിട്ട് സങ്കല്പിക്കുക.
ഐസ് ഉരുകി സാവകാശം താഴോട്ട് ഒലിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഐസ് കട്ടയെ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് വളരെ സാവകാശം അത് ഉരുകി ഒലിക്കുന്നുണ്ട്. ഈ ഐസ് ഉരുകി അതിൻ്റെ വലിപ്പം ചെറുതാകുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളുടെ കാഠിന്യവും കുറഞ്ഞു വരുന്നത് അനുഭവിക്കുക. അടുത്തതായി ശ്രദ്ധയെ നിങ്ങളുടെ ചുമലുകളിലേക്ക്, ഷോൾഡറിലേക്ക് കൊണ്ടുവരിക. പൂർണ്ണമായി നിങ്ങളുടെ ഷോൾഡറിലേക്ക് കൊണ്ടുവരിക. എന്താണ് അവിടെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? വലിയ താങ്ങാനാവാത്തൊരു ഭാരമുണ്ടോ? ജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ നിങ്ങളുടെ ചുമലുകളിലുള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഷോൾഡറിൽ അനുഭവപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളെയും ഒരു വലിയ ഐസ് കട്ടയായി സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് അത് താഴോട്ട് ഉരുകി ഒലിക്കുന്നത് അനുഭവിക്കുക. ഇനി പറഞ്ഞ ഓരോ ഭാഗങ്ങളിലും യാതൊരു പ്രയാസവും അനുഭവപ്പെടാത്തവർ അവരുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഓരോ ശ്വാസവും എടുക്കുമ്പോൾ വയറ് പൊങ്ങുന്നതും താഴുന്നതും ശ്രദ്ധിക്കുക. ചുമലിലെ ഐസ് കട്ടെ നിങ്ങൾ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് സാവകാശം ഉരുകി ഒലിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നെറ്റിയിലും കണ്ണിലും താടിയിലും കഴുത്തിലും ചുമലിലും ഐസ് കട്ടികൾ ഉരുകി തണുത്ത വെള്ളം നിങ്ങളുടെ ശരീരത്തിലൂടെ താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളുടെ കാഠിന്യം കുറഞ്ഞു വരുന്നതും ശരീരം റിലാക്സ്ഡ് ആവുന്നതും അനുഭവിക്കുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് അവിടെയുള്ള പ്രയാസങ്ങളെ ഒരു ഐസ് കട്ടിയായി സങ്കല്പിച്ച് ഓരോ ഐസും ഉരുകി ഒലിക്കുന്നത് നിരീക്ഷിക്കുക. ഓരോ ഭാഗത്തും ഓരോ ഐസ് അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലുള്ള പ്രയാസങ്ങളെ വിട്ടുകളയുക. നമുക്ക് തിരിച്ചു വരാം. സാവകാശം ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് വയർ പൊങ്ങുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് വയർ താഴുന്നതും അനുഭവിക്കുക. നിങ്ങൾ റെഡിയാവുമ്പോൾ സാവകാശം കണ്ണുകൾ തുറക്കുക. തിരിച്ചു വരിക.
ഇത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നിർത്തണ്ട. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോയിട്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഐസ് ഉരുകുന്നതിനനുസരിച്ചിട്ട് റിലാക്സ്ഡായി വരുന്നത്, എല്ലാ ഭാരങ്ങളും കുറഞ്ഞു വരുന്നത് അറിയുക. ശരീരത്തിലുള്ള ആ വലിയ ഐസില്ലേ അതിനെ വിട്ട് കളയുക, അത് ഉരുകി പോയിക്കോട്ടെ. എന്നിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവട്ടെ. ഓക്കെ, ഞാൻ ഇന്നത്തേത് ഇവിടെ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു മെഡിറ്റേഷൻ സീരീസ് ഒരുപാട് പേർക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. മെഡിറ്റേഷൻ ഈ മനസ്സിന് വല്ലാതെ പിരിമുറുക്കമുള്ളൊരു സമയമാണ് നമ്മളുടെ ലോക്ക്ഡൗണും ഈ പാൻഡമിക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബങ്ങളിലേക്കും കൂടുതൽ പേരിലേക്ക് ഈ മെഡിറ്റേഷൻ എത്തിക്കുക, ഷെയർ ചെയ്യുക. എന്നിട്ട് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. സോ സീ യു ടുമോറോ. ബൈ.